ബാറുകളുടെ ലൈസൻസ് ഫീസ് മടക്കി നൽകിയതിനെ കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ വിജിലൻസിന് കത്ത് നൽകി. മുൻ മന്ത്രി കെ ബാബുവിനെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ലൈസൻസ് ഫീസ് മടക്കി നൽകിയതിൽ സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടായതായി ഏജ് ചൂണ്ടിക്കാട്ടി. കത്ത് സുപ്രീം കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേർന്നുണ്ട്. സലിംഗ്, വിശദാംശങ്ങൾ. സൗമ്യ, 2013 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ത്രീ സ്റ്റാർ ബാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് ലഭിച്ച 10 ഹോട്ടലുകൾക്ക് ഒരു വർഷത്തെ ലൈസൻസ് ഫീസ് ഇനത്തിൽ 22 ലക്ഷം രൂപ സർക്കാർ മുൻകൂറായി ഈടാക്കിയിരുന്നു. എന്നാൽ ലൈസൻസ് ലഭിക്കുന്നതിന് സർക്കാർ കുറച്ച് കാലതാമസം ഉണ്ടാക്കിയിരുന്നു. ഇത് പരിഗണിച്ച് 10 മാസത്തെ ഫീസ് മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ഹോട്ടൽ ഉടമകൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. ഇതേ തുടർന്ന് ബാറുകൾ പ്രവർത്തിക്കാത്ത കാലഘട്ടത്തിലെ ലൈസൻസ് ഫീസ് തിരികെ നൽകണം എന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ഈ 10 ബാറുകളിൽ വിവേചനപരമായി 4 ബാറുകൾക്ക് തന്നെ ഉടൻ സർക്കാർ പണം മടക്കി നൽകി. ബാക്കി 6 ബാറുകൾക്കെതിരെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുകയും ചെയ്തു. പിന്നീട് ഡിവിഷൻ ബെഞ്ചും ബാർ ഉടമകൾക്ക് ഫീസ് തിരിച്ചു നൽകണമെന്ന നിലപാടെടുത്തു. എന്നാൽ ഇതിനെതിരായ സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നതിനിടയിലാണ് 4 ബാറുകൾക്ക് പണം തിരികെ നൽകിയത് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായി എന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 4 ബാറുകൾക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാത്തതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട്. അക്കാര്യത്തിൽ ഒത്തുകളിയുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തതായും സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള അഡ്വക്കേറ്റ് ജനറൽ സുധാകർ പ്രസാദിന്റെ കത്ത് സർക്കാർ സുപ്രീം കോടതി കൈമാറുകയും ചെയ്തു. തുടർന്ന് സർക്കാർ ആവശ്യത്തെ തുടർന്ന് സമാനമായ കേസിൽ പണം മടക്കി നൽകുന്നത് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സന്തോഷ് സലിംഗാണ് വിവരങ്ങൾ നൽകിയത്.